ഹരി ഓം. 68-ാം ശ്ലോകം. അപ്പോൾ ശിഷ്യന്റെ ചോദ്യത്തിനെ വാനോളം വാഴ്ത്തി ഈ ചോദ്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, മനുഷ്യജന്മത്തിൻ്റെ സാഫല്യത്തെക്കുറിച്ച്, മോക്ഷേച്ഛുക്കൾ അറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. ദുഃഖഭൂയിഷ്ടമായ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തരാകാനും സ്വതന്ത്രമായിട്ടുള്ളതായ ആത്മതത്വം സാക്ഷാത്കരിച്ച് മുക്തനാവാനും ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ വേദാന്ത ചർച്ചയിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരാണ് ഇതിൽ ശ്രദ്ധ വയ്ക്കേണ്ടത്? മുമുക്ഷുക്കളാണ്. മുമുക്ഷുക്കൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് ഇതിലെ പ്രതിപാദ്യം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും കർത്തവ്യത്തെ വീണ്ടും പറഞ്ഞു. ശൃണുഷ്വാവഹിതോ വിദ്വൻ, ശൃണുഷ്വാവഹിതോ വിദ്വൻ യന്മയാ സമുദീര്യതേ, യന്മയാ സമുദീര്യതേ തദേതൽ ശ്രവണാൽ സദ്യോ, തദേതൽ ശ്രവണാൽ സദ്യോ ഭവബന്ധാത് വിമോക്ഷ്യസേ, ഭവബന്ധാത് വിമോക്ഷ്യസേ. ശൃണുഷ്വ അവഹിതോ വിദ്വൻ. ഏ വിദ്വൻ, ശിഷ്യനെ ഗുരു വിളിക്കുകയാണ്. ഏ വിദ്വാൻ, നീ സാധാരണ ഒരാളല്ല. ഒന്നും അറിയാത്ത മടയനായ ഒരാൾക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. എന്താണ് ബന്ധം, വന്നു, എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്നൊക്കെ ശിഷ്യൻ ചോദിക്കണമെങ്കിൽ ശിഷ്യന് സാമാന്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒന്നും അറിയാത്ത ഒരാളല്ല അർത്ഥം. വിദ്വാനാണ് നീ അർത്ഥം. അതുകൊണ്ട് പറഞ്ഞു, ശൃണുഷ്വ, ഞാൻ പറയാൻ പോണതിനെ കേൾക്കൂ. അവഹിതോ വിദ്വൻ, അവധാനതയോടെ കേട്ടാലും ഞാൻ പറയണത് ശ്രദ്ധിച്ചു കേൾക്കൂ. ശൃണുഷ്വ അവഹിതോ, ഞാൻ കേട്ടിട്ട് അതിനെ വേണ്ട പോലെ നീ ഉൾക്കൊള്ളൂ, വേണ്ട പോലെ നീ അതിനെ ധരിക്കൂ. ധരിക്കാൻ വെച്ചാൽ നമ്മളെ ആക്കാൻ അർത്ഥം, നമ്മളിലാക്കാൻ അർത്ഥം അല്ലേ. വസ്ത്രം ധരിക്കുക എന്നുവെച്ചാലോ വസ്ത്രം നമ്മളിലാക്കണം അല്ലേ. ഇതുമാതിരി കേട്ട അറിവിനെ നമ്മളിലാക്കൂ. അവഹിതോ വിദ്വാൻ യത് മയാ സമുദീര്യതയും, ഞാൻ നിന്നോട് പറയാൻ പോകുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം ഞാൻ നിനക്ക് ഉപദേശിക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് നീ ശ്രദ്ധയോടുകൂടി കേട്ട് അതിനെ ഉൾക്കൊള്ളൂ. അങ്ങനെ നീ വേണ്ട പോലെ ഞാൻ പറയുന്നതിനെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന് വിചാരിച്ചാലോ, തദേത ശ്രവണാത്, അതിൻ്റെ ശ്രവണം കൊണ്ട് തന്നെ സദ്യ, ഉടനെ തന്നെ ഭവബന്ധാത്, സംസാരബന്ധത്തിൽ നിന്ന് വിമോക്ഷസേ, നീ മുക്തനായിത്തീരും. ഒരു ഗ്യാരണ്ടിയാണ് ഗുരുവിൻ്റെ. ഇയാൾ ആത്മവിദ്യക്ക് അധികാരിയായതുകൊണ്ട് തന്നെ വിദ്വാനാണ്. അധികാരിയായ ശിഷ്യൻ ഉത്തമനായ ഗുരുവിൻ്റെ ഉപദേശം കേൾക്കുന്ന മാത്രയിൽ അജ്ഞാനം നീങ്ങി സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായിത്തീരും. അപ്പം ശ്രദ്ധയോടുകൂടി ഗുരുപദേശം കേട്ട് ആ ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥത്തെ, സൂക്ഷ്മാർത്ഥത്തെ, ലക്ഷ്യാർത്ഥത്തെ വേണ്ട പോലെ വിചാരം ചെയ്യുകയാണെങ്കിൽ ഇപ്പം തന്നെ, ഇവിടെ വെച്ച് തന്നെ, ഈ ജന്മം തന്നെ ജന്മസാഫല്യം നേടാം, സത്യസാക്ഷാത്കാരം കൈവരിക്കാമെന്ന് ആചാര്യൻ ശിഷ്യന് ഉറപ്പ് കൊടുക്കുക. അവിടെ ഒരു ഉറപ്പാ, നീ ഉടനെ മുക്തനായിത്തീരും. നോക്കൂ, കേൾക്കേണ്ട താമസം നിങ്ങൾ മുക്തനായിത്തീരും. ഇതിനേക്കാൾ എളുപ്പവഴി എന്താ? പക്ഷെ പിന്നെന്താ അത്ര കേട്ടിട്ടും ആൾക്കാർ മുക്തരാവാത്തത്? അവൻ ചിന്തിച്ചു നോക്കണം. അപ്പൊ ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഇല്ലാത്തതുകൊണ്ടാണ് കേൾക്കണത്. യോഗ്യതകൾ ആദ്യം പറഞ്ഞല്ലോ, സാധന ചതുഷ്ടയ സമ്പത്തി വേണം. അതുള്ളവൻ കേട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പരീക്ഷത്ത് മഹാരാജാവ് 7 ദിവസം കേട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നും മനനം, അത് കഴിഞ്ഞ് നിത്യാസനം ഒന്നും ചെയ്തില്ല. അതിന് സമയം ഉണ്ടായില്ല. 7 ദിവസം ശുകാചാര്യന്റെ മുഖത്തുനിന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരുന്ന ആ ശിഷ്യൻ ആ ഇരുന്ന മാത്രയിൽ തന്നെ തിരിച്ചറിഞ്ഞു, ഞാൻ ആത്മസാക്ഷാത്കാരം കൈവരിച്ചു, ജീവനോക്തനായി കഴിഞ്ഞു അല്ലേ. എന്താർത്ഥം? ശിഷ്യന്റെ മനസ്സും ഈ ഗുരുവിന്റെ മനസ്സും തമ്മിലുള്ള ട്യൂണിങ് ആണ് മുഖ്യം അല്ലേ. ഫൈൻ ട്യൂണിങ് വേണം. റേഡിയോയിലാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഈ സ്റ്റേഷൻ മാറ്റും തിരിച്ചിട്ട്. ഇപ്പോൾ ടി വിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചാനൽ മാറ്റണം അല്ലേ, ഇങ്ങനെ അമർത്തിയിട്ട് അല്ലേ. അപ്പോഴല്ലേ പ്രോഗ്രാം ശരിക്കും കിട്ടുക. ഇതുമാതിരി നമ്മുടെ മനസ്സും ഗുരുവിൻ്റെ മനസ്സും തമ്മിൽ ഐക്യപ്പെടണം. സ്നേഹ ആദരവോട് കൂടിയിട്ടുള്ള ശുശ്രൂഷാദികളിലൂടെ ഗുരുവിൻ്റെ മനോബുദ്ധികളും നമ്മുടെ മനോബുദ്ധികളും തമ്മിൽ ഏകത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും?
ഗുരു ഉപദേശിക്കുമ്പോഴേക്കും ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ തത്വം, അതിന് സ്ഥൂലമായ വാക്കുകളില്ല, ആ വാക്കുകളിലൂടെ ഗുരു സൂചിപ്പിക്കുന്നതായ തത്വത്തിലേക്ക് നമ്മുടെ മനസ്സ് ചുഴിഞ്ഞിറങ്ങും. ആ ശ്രവണ മാത്രയിൽ സൂക്ഷ്മതത്വം ഗ്രഹിക്കാൻ, ആ ഉപദേശത്തിൻ്റെ ഭാവാർത്ഥം ഉൾക്കൊള്ളാനുള്ള സൂക്ഷ്മദൃഷ്ടി എപ്പോൾ ശിഷ്യനുണ്ടാവും. അതുണ്ടായാൽ ആ ശിഷ്യൻ സ്വാനുഭൂതിയിലെത്തുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടതാ. ഇതിനാണ് ഗുരുസേവയൊക്കെ പറഞ്ഞത്. അതിന് തൊട്ടേ സമ്പത്തി ഉണ്ട്, യഥാർത്ഥമായ ഗുരുഭക്തിയും ഗുരുസേവയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കൈവരുന്ന അർത്ഥം. ഇപ്പോൾ ശാസ്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ഗ്രഹിച്ചാൽ പോരാ, അതിന്റെ വിവക്ഷിതാർത്ഥം, അതിന്റെ സൂക്ഷ്മാർത്ഥം, അതിന്റെ എന്താ പറയാ, അതിന്റെ ലക്ഷ്യാർത്ഥത്തെ ഓരോ സാധകനും സ്വന്തം വിവേകം കൊണ്ട് വിചാരം ചെയ്തറിയേണ്ടതാണ്. അതിനുള്ള യോഗ്യത സമ്പാദിക്കുന്ന ഒരാൾ എന്നാൽ മാത്രമേ ഈ ശ്രവണം എഫക്റ്റീവ് ആവുള്ളൂ എന്നർത്ഥം. മനനം, ധ്യാനം, കേട്ടതിനെ കുറിച്ച് മനനം, ധ്യാനം, മനസ്സിന്റെ ഏകാഗ്രത, ഗുരുഭക്തി, ആത്മനിയന്ത്രണം, ഉദ്ദേശശുദ്ധി, സദാചാരം ഇത്യാദികളൊക്കെ പരിശീലിക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുക, ശിഷ്യന് ഈ യോഗ്യത വന്നു ചേരുക. അങ്ങനെയൊക്കെയുള്ള യോഗ്യനായ ശിഷ്യനാണ് നീ എന്നുള്ളത് കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഗുരു പറയണു, നീ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിനക്കിപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാം, എൻ്റെ ഗുരു ഉപദേശം നീ കേട്ടാൽ ആ കേൾക്കുന്ന മാത്രയിൽ നീ മുക്തനായിത്തീരും എന്ന് ശിഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്സാഹഭരിതനാക്കുകയും കൂടി ചെയ്യാണ് ഈ ശ്ലോകത്തിൽ ഗുരു ചെയ്യണത്. ഹരി ഓം.